ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ഭാരങ്ങളധികം വേണ്ടിനി കാരീരും വാണികളേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും ഞാനും പാദങ്ങൾ വെച്ചിടും നീങ്ങിപ്പോകാത്ത ഭാരമേ ഏനിക്കായി പിളർന്ന ഭാരമേ ഏനിക്കായി പിളർന്ന ഭാരമേ. തീരകളലറുമ്പോ തീരം വിട്ടു ഞാൻ പോകുമ്പോ എൻ പടകിൽ ഞാനേലനാ ആശയത്തെന്നു തോന്നുമ്പോ ചാരത്തുണ്ടെന്നോതുന്ന പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ. രോഗദുഃഖങ്ങളേറുമ്പോ മാനപീഡകളേറുമ്പോ ക്രൂശിൽ പങ്കപ്പടേറ്റതാ യേശു മാത്രമെന്ന ഭയം മാറിൽ ചേർത്തണച്ചിടും ചേറ്റിൽ നിന്നു ഉയർത്തിടും കാതിൽ സാന്ത്വനമോദിടും കാതിൽ സാന്ത്വനമോദിടും. ദേഹം മണ്ണിലുപേക്ഷിച്ചു പ്രാണൻ പ്രിയനിൽ ചേരുമ്പോ ഓളാന്തരങ്ങൾ താണ്ടിടും
സംഘത്തെ പാരിൽ പാർക്കുവാൻ പായുസിൽ ഭാരങ്ങളധികം വേണ്ടിനി കാരിരുമ്പാണികളേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും. ഞാനൻ പാദങ്ങൾ വച്ചിടും നീങ്ങിപ്പോകാത്ത പാറമേ, എനിക്കായി പിളർന്ന പാറമേ, എനിക്കായി പിളർന്ന പാറമേ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു: മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ. സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവമാണ് പറയുന്നത്, മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 4-ാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ അവിടെ കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞു: അതിന് അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അതുനിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുളിച്ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, എന്നാൽ ഉപേക്ഷണപത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്. ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ഭാര്യാഭർത്തൃ ബന്ധം എങ്ങനെയുള്ളതായിരിക്കണം? അതെത്ര പവിത്രമായി സൂക്ഷിക്കേണ്ടതാണ്. കൃത്യമായി കർത്താവ് അവരോട് പറഞ്ഞു, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഏദൻ തോട്ടത്തിലാക്കിയ മനുഷ്യരെക്കുറിച്ച് ദൈവം പറയുകയാണ്, ആദിയിൽ ദൈവം മനുഷ്യരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്നും അരുളി ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്നരുളി ചെയ്തു. വൺ ഫ്ലഷ്, വൺ മൈൻഡ് ആൻഡ് വൺ സ്പിരിറ്റ്. ഇന്ന് അങ്ങനെയാണോ പ്രിയപ്പെട്ടവർ? വിശ്വാസികളുടെ ജീവിതത്തിൽ ഇത് കാണുന്നുണ്ടോ? ഒരു ശരീരമായി, ഒരു ഹൃദയമായി, ഒരു ആത്മാവായി ദൈവം സൃഷ്ടിച്ചതായ രൂപത്തിൽ അതേ അവസ്ഥയിൽ ജീവിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ദൈവം വെച്ച അവസ്ഥ അതാണ്. അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. വൺ ഫ്ലഷ്, ശരീരം ഒന്ന്. അവരൊന്ന് ചേർന്നിരിക്കണം, പൂർണ്ണ സ്നേഹത്തോടെ ഒരു കഴിയണം. ദൈവത്തിൻ്റെ സ്വന്തം. എല്ലാവരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവർ. ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. സർവജ്ഞാനിയായ ദൈവം ഓരോ പുരുഷനെയും സൃഷ്ടിക്കുമ്പോൾ ദൈവം അവനെക്കുറിച്ച് കരുതലുള്ളവനാണ്. അവൻ ഏത് രാജ്യത്ത്, ഏത് ഭാഷയിൽ, ഏത് സ്ഥലത്ത്, ഏത് വീട്ടിൽ, ഏത് കുടുംബത്തിൽ പിറക്കണം ദൈവത്തിന് കൃത്യമായ കാര്യപരിപാടിയുണ്ട്. അവനെ ഒരു ഭാര്യയെ ദൈവം കണ്ടിട്ടുണ്ട്. അതിനെയാണ് ദൈവം കൂട്ടി യോജിപ്പിച്ച് കൊടുത്തിരിക്കുന്നത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അവനോട്, എന്നാൽ ഉപേക്ഷണപത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്ത്? യഹൂദന്മാർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മോശയുടെ കാലത്ത് മോശ
അവൾക്ക് ഉപേക്ഷണപത്രം എഴുതി കൊടുത്തിട്ട് അവിടെ ഉപേക്ഷിച്ച് വേറെ വിവാഹം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ്? കർത്താവിനോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം അത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശയെ അനുവദിച്ചത്. നിങ്ങളുടെ ഹൃദയകാഠിന്യം അവിശ്വാസികളായിപ്പോയി, ദൈവഭയമില്ലാത്തവരായിപ്പോയി, ദൈവത്തിൽ ആശ്രയമില്ലാത്തവരായിപ്പോയി. അതുകൊണ്ടാണ് മോശയെ അങ്ങനെ അനുവദിച്ചത്. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. പരസംഗത്താലല്ലാതെ ഒരു ഭാര്യയെ ഉപേക്ഷിക്കാൻ വ്യവസ്ഥയില്ല, ദൈവം വെച്ചിട്ടില്ല. ഇന്നത്തെ സമൂഹത്തിൽ എന്താണ് നടക്കുന്നത്? ശാന്തമായി ചിന്തിക്കുക. ഞാൻ വിശ്വാസിയോ അവിശ്വാസിയോ നിങ്ങൾ ചിന്തിക്കുക. ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. വ്യക്തമായി കർത്താവ് പറഞ്ഞു, ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. വ്യഭിചാര കർമ്മത്താലല്ലാതെ ഒരു ഭാര്യയെ ഉപേക്ഷിപ്പാൻ ആർക്കും അനുവാദമില്ല, ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. ഇന്ന് അവിശ്വാസം കൊടുകുത്തി വാഴുകയാണോ? ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, കയ്യിൻ്റെ 5-ാമത്തെ തലമുറക്കാരൻ, ആദാമിൻ്റെ 6-ാം തലമുറക്കാരൻ ലാമക്ക് 2 ഭാര്യമാരെ എടുത്തു. ഉൽപ്പത്തി 5:29 ശേത്തിൻ്റെ 8-ാം തലമുറക്കാരനായി നോഹ ജനിച്ചു. വിശ്വാസിയുടെ മക്കൾ വിശ്വാസികളായിരിക്കും, അവിശ്വാസിയുടെ മക്കളോ? കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും, നിങ്ങൾ അവിശ്വാസികളോട് ഇണയല്ല പിണ കൂടരുത്. അവിശ്വാസികളുമായി നിങ്ങൾക്കൊരു ബന്ധവും നിങ്ങൾ അതിന് പോകരുത്. വ്യക്തമായി അപ്പോസ്തലൻ ഓർപ്പിക്കും. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ, നോഹയുടെ കാലം വന്നപ്പോൾ, ജനം വർദ്ധിച്ച് പെരുകി വന്നപ്പോൾ മൊറാലിറ്റി നഷ്ടമായി, വേർപാട് നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരിലേക്ക് ചെന്ന് തങ്ങൾക്ക് ബോധിച്ചവരെയെല്ലാം ഭാര്യമാരായി എടുത്തു. ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തലമുറയിൽ നടക്കുന്നത് അത് തന്നെയാണോ? കർത്താവ് 2-ാമത്തെ വരവ് അടുത്തു. അന്ന് ദൈവത്തിൻ്റെ പുത്രന്മാർ, ശേത്തിൻ്റെ പുത്രന്മാർ, കയ്യിൻ്റെ മക്കളെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് അവരെ എല്ലാം ഭാര്യമാരായി എടുത്തു. വേർപാട് നഷ്ടപ്പെട്ടു, ദൈവ ഭയം നഷ്ടപ്പെട്ടു, വിശ്വാസം നഷ്ടപ്പെട്ടു, എല്ലാം അവിശ്വാസികളായി മാറി. ഉൽപ്പത്തി 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ കാണാം, അപ്പോൾ യഹോവ മനുഷ്യൻ്റെ ആത്മാവ് സദാകാലവും വാരിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകുമെന്ന് അരുളി ചെയ്തു. അന്ന് ന്യായപ്രമാണ വ്യവസ്ഥകളില്ല, പക്ഷേ പരിശുദ്ധാത്മാവാൻ ദൈവം ഓരോ മനുഷ്യരോടും വാരിച്ചുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു. പരിശുദ്ധാത്മാവ് എത്ര വാരിച്ചാലും മനുഷ്യൻ കേൾക്കുന്നില്ല. അവന് ജഡസുഖം മതി, അവന് ഈ ലോക സൗന്ദര്യം മതി. അവൻ ലോകത്തിലേക്ക് ഇറങ്ങി മനുഷ്യൻ്റെ മക്കളെ ആകർഷകമുള്ളവരായി തീർന്നു. അവരെ വിവാഹം കഴിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് അവമാനിതനാവുകയാണ്, സദാകാലം അവമാനിതനാകുന്നു. വേദനയോടെ ദൈവം പറഞ്ഞു, മനുഷ്യൻ്റെ ആത്മാവ് സദാകാലവും വാരിച്ചുകൊണ്ടിരിക്കില്ല, അവൻ നിന്ദിതനാകുവാൻ, അപമാനിതനാകുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് 900 വർഷം ആയുസ്സുണ്ടായിരുന്ന മനുഷ്യന് ദൈവം 120 വർഷമായി ലിമിറ്റ് ചെയ്തു. പരിശുദ്ധാത്മാവ് വാദിക്കുന്ന കാലം 120 വർഷം, അവനെ തന്നെ ശരിയാക്കുന്നതിനുള്ളതായ കാലം 120 വർഷം. അതിൻ്റെ വിപുലമായ ആശയങ്ങൾ അനേകർക്ക് അറിഞ്ഞുകൂടാ. അവന് ആയുസ് കാണും, പക്ഷെ അവനെ തന്നെ ക്രമീകരിക്കാൻ ദൈവം ലിമിറ്റ് ചെയ്ത് കൊടുത്തു 120 വർഷം. പരിശുദ്ധാത്മാവ് വാദിക്കുന്ന കാലം, പ്രിയപ്പെട്ടവർ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്ന് കൃപായുഗമാണ്. ഇന്ന് കൃപയുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്ന കാലമാണ്. ദൈവാത്മാവ് സ്നേഹത്തോടെ നമ്മളെ ഓരോരുത്തരെയും മാടി മാടി വിളിക്കുന്ന സമയമാണ്. ഇപ്പോൾ മനം തിരിയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രയാസവുമില്ല. പാപത്ത് ഏറ്റുപറഞ്ഞ് അതിനെ ഉപേക്ഷിച്ച് ആര് ദൈവത്തെങ്കിലേക്ക് വരുന്നോ അവരെ സ്വീകരിക്കും, യാതൊരു സംശയമില്ല. കൃപായുഗം, എത്ര മനോഹരമായ കാലം. പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ മനസ്സുണ്ടോ? വേറൊന്നും വേണ്ട.
വേറൊരു വ്യവസ്ഥ നീ പറഞ്ഞിട്ട് നീ ഏതവസ്ഥയിലാണെങ്കിലും നീ പന്നിയെപ്പോലെ കുളിച്ചിട്ട് ചെളിയിൽ ഉരുണ്ടവനായാലും ശരി, നീ നായെപ്പോലെ ഛർദ്ദിച്ചത് വീണ്ടും പഠിച്ചവനായാലും ശരി, പാപത്തെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് നിനക്ക് ദൈവസന്നിധിയിലേക്ക് വരാമോ? ദൈവത്തിനെ സ്വീകരിക്കും. അതിനെയാണ് അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 17-ാം അധ്യായം 30-ാം വാക്യത്തിൽ വായിക്കുന്നത്. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. മനോഹരമായ ഒരു കാലയളവ് ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. പാപത്തെ ഉപേക്ഷിക്കാൻ മനസ്സുണ്ടോ? പാപത്തോടെ യാത്ര പറയാൻ മനസ്സുണ്ടോ? ദൈവം തന്നെ സ്വീകരിക്കും. കൃപയുടെ വട്ടത്തിലാക്കും. നോഹ, ഒന്നുകൂടെ പറയട്ടെ, അവിശ്വാസികളെ കൊണ്ട് നിറഞ്ഞുപോയതായ ലോകത്തിൽ ജനം വർദ്ധിച്ച് പെരുകിയപ്പോൾ എല്ലാവരും അവിശ്വാസികളായി തീർന്നപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളത് കണ്ടിട്ട് അവരെ ബോധിച്ചവരെല്ലാം വിവാഹം കഴിച്ച് മൊറാലിറ്റി നഷ്ടപ്പെടുത്തിയ കാലത്ത് അന്നൊരാൾ വിശ്വസ്തനായി നിന്നു. നോഹ, ഒരാൾക്ക് നിൽക്കാമെങ്കിൽ സഹോദരി സഹോദര എനിക്ക് നിനക്ക് നിൽക്കാം. മനസ്സുണ്ടോ? ഈ തലമുറയിൽ അവിശ്വാസികളുടെ മധ്യത്തിൽ, മ്ലേച്ഛതയുടെ മധ്യത്തിൽ, തിന്മകളുടെ മധ്യത്തിൽ, പാപത്തിൽ ഉരുണ്ടു കിടക്കുന്ന മനുഷ്യരുടെ മധ്യത്തിൽ ഞാൻ ഒരാൾ വിശ്വസ്തനായി നിൽക്കുമെന്ന് പറഞ്ഞാൽ ദൈവം വിശ്വസ്തനത്രേ. അവനെ നടത്താൻ മതിയായവനത്രേ. മനസ്സുണ്ടോ? ദൈവസ്നേഹം നിങ്ങളോട് വാദിക്കുന്നു. നോഹ ഒരാൾ വിശ്വസ്തനായി നിന്നു. വിശ്വസ്തനായി കണ്ട നോഹയെ അവൻ്റെ വിശ്വാസത്താൽ ദൈവം നീതീകരിച്ചിട്ട് ആ നോഹയോട് പറഞ്ഞു, നോഹേ, നീ എൻ്റെ പക്ഷത്ത് നിന്നു. നീ ഈ ജനത്തോട് വിളിച്ചു പറ. 120 വർഷക്കാലം നീതിപ്രസംഗിയായ നോഹ പ്രസംഗിച്ച് നടന്നു. വേഗം മാനസാന്തരപ്പെട്ടു. പെട്ടകത്തിന് വാൽ തുറന്നു വെച്ചിട്ടുണ്ട്. പെട്ടകത്തിൽ കിടക്കാം. ആർക്കും കിടക്കാം. ഏത് പാപിക്കും കിടക്കാം. ഏത് ഡിനോമിനേഷനുള്ളവർക്കും കിടക്കാം. എത്ര കൊടുംപാപിക്കും കിടക്കാം. ഇന്ന് ദൈവസ്നേഹം നിങ്ങളെ വിളിക്കുന്നു. കൃപയുടെ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അകത്ത് കിടക്കാൻ ആരെങ്കിലും ഉണ്ടോ? 120 വർഷക്കാലം നോഹ പ്രസംഗിച്ച് നടന്നു. ഒരുത്തരും ചെവിക്കൊണ്ടില്ല, ഒരുത്തരും കേട്ടില്ല. അവിശ്വാസം കൊടികുത്തു വാഴുന്ന കാലം അതാണോ ഇന്ന്? എവിടെയെല്ലാം സുവിശേഷം മുഴങ്ങുന്നു? മാനസാന്തരം എവിടെയുണ്ട്? കണ്ണുനീർ എവിടെയുണ്ട്? ദൈവത്തിലേക്ക് തിരിയുന്നവരെത്രയുണ്ട്? വിശ്വാസികളെ എത്ര പേരെ കാണാനുണ്ട്? ശാന്തമായി ചിന്തിക്ക് പ്രിയപ്പെട്ടവർ. അനേക വിശ്വാസികളെന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ നടക്കുന്നത് കണ്ടും കേട്ടും ഏറെ വേദനിച്ചു കൊണ്ടുമാണ് പാവപ്പെട്ടവരോട് തുറന്ന് പറയാൻ നിർവാഹമില്ല. എവിടെയുണ്ട് വിശ്വാസം? ആരിലുണ്ട് വിശ്വാസം? നോഹ പ്രസംഗിച്ച് നടന്നു. നോഹ ഒരാൾ വിശ്വാസിയായി നിന്നു. ദൈവം കൽപ്പിച്ച അതേപടി നോഹ അനുസരിച്ചു. മഴയില്ലാത്ത കാലത്ത് മഴ പെയ്യുമെന്ന് പറഞ്ഞു. നോഹ വിശ്വസിച്ചു. ദൈവത്തിൽ വിശ്വസിച്ചു. പെട്ടകം പണിയാൻ പറഞ്ഞു. നോഹ പണിതു. ദൈവം പറഞ്ഞു അതേ അളവിൽ നോഹ പണിതു. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ അന്ന് ജീവിച്ചിരുന്നവർക്കെല്ലാം കയറിയിരിക്കാനുള്ള വലിപ്പത്തിലുള്ള പെട്ടകമായിരുന്നു അത്. നോഹ ഒരാൾ വിശ്വസിച്ചു. നോഹയുടെ കെയർ ഓഫിൽ നോഹയുടെ കുടുംബത്തിലുള്ളവരെ ദൈവം രക്ഷിച്ചു. വേറെ ആരെയും രക്ഷിച്ചില്ല. ദൈവത്തിൻ്റെ വചനമതാണ്, നീ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. സഹോദര, ഇന്ന് നിനക്ക് കർത്താവിൽ വിശ്വസിക്കാമോ? നിനക്ക് കർത്താവിലേക്ക് തിരിയാമോ? നിന്റെ അവശേഷിക്കുന്ന ജീവിതം, തകർന്നടിച്ചു പോയ ജീവിതം കർത്താവിന് കൊടുക്കാമോ? നിന്നിൽ ചവിട്ടി നിന്നുകൊണ്ട് നിന്റെ കെയർ ഓഫിൽ നിന്റെ കുടുംബത്തെയും കർത്താവ് രക്ഷിക്കും. നീ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമാണ്. വിശ്വസ്തനായ ദൈവം എന്നെ നിങ്ങളെ വിളിക്കുന്നുണ്ട്. നോഹ വിശ്വസ്തനായി നിന്നു. നോഹ വളരെ വ്യക്തമായി ജനത്തോട് പറഞ്ഞു നടന്നു. ആരും കേട്ടില്ല, ആരും ചെവിക്കൊണ്ടില്ല. ദൈവം പറഞ്ഞു, നോഹേ, 120 വർഷം തികഞ്ഞു. ജനത്തിന് തിരിയാനുള്ള കാലം കഴിഞ്ഞു. നീ പെട്ടകത്തിൽ കയറിക്കൂ. നീ നിന്റെ പുത്രന്മാരും നിന്റെ ഭാര്യ നിന്റെ പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കിടന്നു. നോഹയും കുടുംബവും കയറിയ പെട്ടകം, ആ പെട്ടകത്തിൻ്റെ വാതിൽ ദൈവം അടച്ചു. വീണ്ടും 7 ദിവസം കഴിഞ്ഞു. ഭൂമിയിലുണ്ടായിരുന്നവരെല്ലാം പരിഹസിച്ചു. നോഹയെ പരിഹസിച്ചു. പ്രിയപ്പെട്ടവരെ, നോഹ കർത്താവിൽ മാത്രം നോക്കിക്കൊണ്ട് നിന്നു.
കർത്താവിൻ്റെ ആഴ്ചയ്ക്ക് വേണ്ടി അന്നത്തെ കാലത്തും കാത്തിരുന്നു. കൃത്യസമയത്ത് മഴ പെയ്തു. മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ജനത്തിന് പരാക്രമമായി. അയ്യോ, വയസ്സം പറഞ്ഞു ശരിയായിരുന്നല്ലോ, മഴ പെയ്യെന്ന് പറഞ്ഞ് ശരിയാണല്ലോ, ഭൂമിയിൽ മഴ പെയ്യുന്നല്ലോ, വെള്ളം ഉണ്ടാകുന്നല്ലോ. അവരോടി വന്നു. വെള്ളം പൊങ്ങി പൊങ്ങി വന്നപ്പോൾ ഈ ജനമെല്ലാം ഓടിക്കൂടി. അതിനകത്ത് പെട്ടകം അടുത്തവരും കാണും. വാരക്കൽ മുട്ടി, മോശേ മോശേ തുറക്ക്. സ്തോത്രം. കൃപയുടെ വാതിലടഞ്ഞു. ഇനി തുറക്കാൻ മോശയ്ക്ക് അവകാശമില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവനാണ് പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചത്. ഇനി നിനക്ക് ന്യായാസനത്തിൽ നിൽക്കാം. രണ്ടാമത്തെ പുനരുദ്ധാനം, ന്യായവിധിക്കായി ഇനി നിനക്ക് വേണ്ടി തുറക്കും. അന്ത്യന്യായവിധി. അതെന്താണ് കേൾക്കാൻ പോണത്? ശപിക്കപ്പെട്ടവരെ പിശാച് ദൂതന്മാർക്ക് ഒരുക്കി വച്ചിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുകയും. സഹോദര, അതാണ് നിനക്ക് കേൾക്കേണ്ടത് എന്ന് നിനക്ക് കൃപയുടെ ശബ്ദം കേൾക്കാം. ദൈവജനമേ, ഗലാത്യലേഖനം 5-ാം അധ്യായം 16-17 വാക്കുകളുടെ അപ്പോസ്തലനായ പൗലോസ് പറയും, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മുഖം നിവർത്തിക്കയില്ല. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാറ് വേണം, അവ തമ്മിൽ പ്രതികൂലമല്ലോ. ജഡികനായ മനുഷ്യ, ജഡത്തിൻ്റെ ഇച്ഛ അത് നിവർത്തിക്കാതിരിക്കണമെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. നിനക്ക് വഴിയറിയാൻ പാടില്ല, സാരമില്ല, വഴിയറിയാവുന്ന പരിശുദ്ധാത്മാവ് ദൈവം നടത്തിക്കൊള്ളും. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല. എത്ര കൃത്യമായി 2000 വർഷങ്ങൾക്ക് മുമ്പ് അപ്പോസ്തലനായ പൗലോസ് ഇക്കാര്യം പറഞ്ഞു. വേദപുസ്തകം കയ്യിലില്ലേ? വായിക്കാറില്ലേ? ധ്യാനിക്കാറില്ലേ? എനിക്ക് ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല എന്ന് പറഞ്ഞൊഴിയുന്നവനല്ലേ നീ? ആത്മാവിനെ അനുസരിക്കണം. ആത്മാവിനെ അനുസരിക്കണം. ആത്മാവ് ആരിലേക്കാണ് വരുന്നത്? പ്രാവ് എവിടെയാണ് ഇരിക്കുന്നത്? അഴുക്കുള്ളടുത്ത് പ്രാവ് ഇരിക്കില്ല. അഴുക്കിൽ പ്രാവ് ചവിട്ടുകയില്ല. ദൈവം പരിശുദ്ധനാണ്. പരിശുദ്ധനായ ദൈവത്തിന് അഴുക്കുള്ള, മ്ലേച്ഛതയുള്ള, അശുദ്ധിയുള്ള ഹൃദയത്തിൽ വസിക്കാൻ ഒക്കുകയില്ല. അത് കഴുകപ്പെട്ടേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, ജഡികനായ മനുഷ്യന്, പ്രാകൃതനായ മനുഷ്യന്, ജഡ ഇമ്പങ്ങളിൽ മുഴുകിക്കിടക്കുന്ന മനുഷ്യന്, മിസ്രയീമിൽ പാർക്കുന്ന മനുഷ്യന്, ആ ജാതികളോട് ഇടകലർന്നു പോയ ഇസ്രായേൽ ജനത്തിന്, അവർക്ക് ചെങ്കടൽ കടന്നേ പറ്റൂ. ഫറവോന്റെ രാജ്യത്തോട് അവർ യാത്ര പറഞ്ഞേ പറ്റൂ. ഒരിക്കൽ വേർപാട് ആചരിച്ച ഇസ്രായേൽ ജനം മിസ്രയീമിൽ പാർക്കുമ്പോൾ ജാതികളോട് ഇടകലർന്നു പോയി. അനേകരുടെയും വേർപാട് നഷ്ടപ്പെട്ടു പോയി. ആ പുറജാതികളുടെ വിഗ്രഹങ്ങളെ ആരാധിച്ചു പോയി. അവരിൽ മക്കൾ ജനിച്ചുപോയി. വലിയൊരു സമ്മിശ്രജാതി എന്ന് മിസ്രയീമിൽ ഉണ്ടായിരുന്നു. ആ ജനത്തെ രക്ഷപ്പെടുത്താൻ ചെങ്കടൽ കടക്കണം. അരത്രേ മാമോരീസ, അരത്രേ സ്നാനം. പ്രിയപ്പെട്ടവര്, ചെങ്കടൽ ദൈവം കടത്തി. ദൈവം ചെങ്കടൽ കടത്തുമ്പോൾ മറക്കല്ല്, രണ്ടു വശത്തും വെള്ളം മല പോലെ ഉയർന്നു നിൽക്കുന്ന ചെങ്കടലിലെ വെള്ളം മതിൽ പോലെ നിൽക്കുകയാണ്. ആ കടന്നു പോകുന്ന ജനത്തിൻ്റെ കഴിവല്ല, ഒരുത്തരുടെയും കഴിവല്ല. പിമ്പിൽ മിസ്രയീം സൈന്യം, മുൻപിൽ മരുഭൂമി. രണ്ടു വശത്തും ചെങ്കടലിലെ വെള്ളം ഇങ്ങനെ മതിൽ പോലെ, മല പോലെ ഉയർന്നു നിൽക്കുന്നു. അതിനിടയിലൂടെ ജനം നടന്നു. ഉണങ്ങിയ നിലത്തൂടെ ജനം നടന്നു. ദൈവം ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ ചെങ്കടലിൽ 2 മൈൽ നീളത്തിൽ പഞ്ചസാര മണൽ ഇന്നും കാണാം. തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയതായ ചെങ്കടൽ എന്തിനെ കാണിക്കുന്നു? പ്രകടമായ പാപങ്ങളോട് എന്നേക്കുമായി യാത്ര പറയാൻ കാണിക്കുന്നു ചെങ്കടൽ. പഴയ മനുഷ്യൻ മരിക്കുന്നു, പ്രാകൃത മനുഷ്യൻ മരിക്കുന്നു, പ്രാകൃത സ്വഭാവങ്ങൾ മരിക്കുന്നു. ഇനി എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടൊരു പാപം വരികയില്ല. ഞാൻ തിന്മയിലേക്ക് നോക്കുകയില്ല, അശുദ്ധിയിൽ തൊടുകയില്ല, ചിന്തിക്കുകയില്ല, ഒരു വാക്കിൻ്റെ വായിൽ നിരതാത്ത വരികയില്ല. തീരുമാനം വന്നോ? സമർപ്പണം വന്നോ? വിശ്വനോട് യാത്ര പറഞ്ഞോ? സ്തോത്രം. പ്രിയപ്പെട്ടവർ, അങ്ങനെ യാത്ര പറഞ്ഞാൽ പെസഹ കുഞ്ഞാടിൻ്റെ രക്തമുണ്ട്.
പെസഹ കുഞ്ഞാടിൻ്റെ മാംസം തീയിൽ ചുട്ടതായ മാംസം നിനക്ക് കഴിക്കാനുണ്ട്. മരുഭൂമി യാത്രയിൽ നിന്നെ വഴി നടത്താൻ ആ പെസഹ കുഞ്ഞാടിൻ്റെ ഭക്ഷണം മതി. സ്തോത്രം. ജീവന്റെ മന്ന മതി. ദൈവിക സാന്നിധ്യം മതി. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി നിത്യനായ ദൈവം കൂടെയിരിക്കുന്ന അനുഭവം മതി. ആ ജനം ചെങ്കടൽ കടന്നു. അവർ ദൈവത്തോട് വാക്ക് പറഞ്ഞതുപോലെ പാവത്തോട് യാത്ര പറഞ്ഞാൽ മതിയായിരുന്നു. പ്രാകൃത മനുഷ്യൻ ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് കടന്നപ്പോൾ അവൻ ജഡികനായി മാറി. ജഡികന് പാപത്തിൻ്റെ പ്രവൃത്തികളൊന്നുമില്ല, പക്ഷെ മോഹം. മരുഭൂമിയിലൂടെ ചെങ്കടൽ കടന്ന് ഫറവോൻ രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് ബോർഡർ കടന്ന് മരുഭൂമിയിലേക്ക് കടന്ന് ആ ജനം മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ പാപപ്രവർത്തി ചെയ്യാനൊന്നുമില്ല, അവിടെ ജാതികളൊന്നുമില്ല, ഇസ്രായേൽ മക്കളേ ഉള്ളൂ. പക്ഷേ അവിടെ ഹൃദയം പുറകോട്ട് പോയി. ശരീരം വാഗ്ദത്ത കനാലിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഹൃദയം ഇസ്രായേലിലേക്ക് പോയി. മാമോദിസ മൂങ്ങിയ ക്രിസ്ത്യാനി എന്നതിൻ്റെ ഹൃദയം പാപത്തിലേക്കാണോ പിന്നിലേക്കാണോ പുറകോട്ടാണോ? കർത്താവിൻ്റെ രണ്ടാമത്തെ എഴുന്നേൽപ്പിന് വേണ്ടി ഞങ്ങൾ നോക്കിപ്പാർക്കുന്നു, പുറമേ നീ പറയുന്നുണ്ട്, പക്ഷേ നിന്റെ ഹൃദയം പുറകോട്ടാണോ? പഴയ ഉപേക്ഷിച്ചതായ പാപങ്ങളിലേക്ക് നിന്റെ ഹൃദയം തിരികെ പോകുന്നുണ്ടോ? എല്ലാം കാണുന്ന ദൈവമുണ്ട്. എന്ത് പറ്റി? 11 ദിവസം കൊണ്ട് വാഗ്ദത്ത കനാലിൽ എത്താവുന്ന ഇസ്രായേൽ ജനം 40 വർഷം ഈ മരുഭൂമിയിൽ അലഞ്ഞു. സഹോദര, ഈ ഭൂമിയിൽ നീ അലയുകയും വലയുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നിന്റെ പാപം നിമിത്തം, നിന്റെ മുറുമുറുപ്പ് നിമിത്തം, നിന്റെ അവിശ്വാസം നിമിത്തം, നിന്റെ അനുസരണക്കേട് നിമിത്തം. ഇതുവരെയും നടത്തിയ ദൈവത്തെ അവിശ്വസിച്ചു. എന്താ കാരണം അറിയാമോ? അകത്തെ ദുഷ്ടന് ഇട കൊടുത്തിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ ദുഷ്ടൻ ഇന്നും വസിക്കുന്നു. ദൈവത്തിനെതിരായ ചിന്തകൾ, മറുതെളിപ്പ്, മുറുമുറുപ്പ്. വിശദീകരിക്കാൻ സമയമില്ല. പ്രിയപ്പെട്ടവരെ, യാത്ര പറയാമോ? വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഈ ജീവിതയാത്ര മുന്നോട്ട് പോയ വ്യക്തി അവർക്ക് അവരുടെ വാഗ്ദത്ത കനാൽ എത്തണമെങ്കിൽ അതിനു മുമ്പ് ഒരു യോർദാൻ കടക്കണം. വാഗ്ദത്ത കനാൽ കെട്ടണമെങ്കിൽ യോർദാൻ കടക്കണം. യോർദാനിലെ പെരുവെള്ളത്തിലൂടെ ഒരു അക്കരെ കടന്നേ പറ്റൂ. സകല പാവപ്രകൃതങ്ങളോടും യാത്ര പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു തിരുരക്തത്താൽ കഴുകപ്പെടണം. വെളിപ്പാട് 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാട് രക്തത്തിൽ തങ്ങളുടെ അങ്കിയിലേക്ക് ഒളിപ്പിച്ചിരിക്കുന്നു. കഷ്ടത ശുദ്ധീകരണത്തിലേക്കും ശുദ്ധീകരണം ദേശീകരണത്തിലേക്കും നടത്തുന്നു. ദൈവത്തിലെ ജീവിതത്തിൽ വന്ന കഷ്ടപ്പാടുകൾ നീ ദൈവത്തെ അവിശ്വസിച്ചുകൊണ്ടാണ്. നിന്റെ ജീവിതത്തിൽ പാവപ്രകൃതമുള്ളത് കൊണ്ടാണ്. നീ ജഡിക മനുഷ്യനായി ജീവിച്ചത് കൊണ്ടാണ്. നിന്റെ യാത്ര പറയാം, നിന്റെ ആത്മീയനായി തീരാം. യോർദാൻ കടക്കാം. എൻ്റെ പഴയ മനുഷ്യത മരിക്കുന്നു, യോർദാനിൽ മരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നീ യോർദാൻ കടക്കുമ്പോൾ യോർദാൻ്റെ അക്കരെ 2 കൈകൾ നിന്നെ നീട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ ഒരു നിൽപ്പുണ്ട്. അവനെത്രേ സ്ത്രീയുടെ സന്തതി, അവനെത്രേ വാഗ്ദത്ത ക്രിസ്തു, അവനെത്രേ വീണ്ടെടുപ്പുകാരനായ മശീഹ. അവൻ സർപ്പതലയെ ചതയ്ക്കും, ദേഹത്തോട്ട് നിനക്ക് പ്രവേശനം കിട്ടും. കർത്താവിന് 2ാമത്തെ ഒരു വാസനമായിരിക്കുന്ന വൈകിയ വേളയിൽ നമുക്ക് കർത്താവിൻ്റെ ഒരു വാക്ക് പറയാം. കർത്താവേ, ഞാൻ പാപത്തോട് പാവപ്രകൃതങ്ങളോട് എന്നേക്കുമായി യാത്ര പറയുന്നു. ഞാനെന്നെ വെറുത്തുപേക്ഷിക്കുന്നു. എനിക്ക് മനസ്സാണ് കർത്താവേ ഇനിയുള്ള അല്പായുസ് നിന്നോട് ചേർന്ന് നിനക്കൊരാശ്വാസപുത്രനായി നിനക്കൊരാശ്വാസപുത്രിയായി തലമുറ നിൽപ്പാൻ അനുഗ്രഹിക്കണമേ. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. കർത്താവെ, ക്രൂശിൻ ചുവട്ടിലേക്ക് വരുന്നവർക്ക് പാവമോചനം ഉണ്ടല്ലോ. പാപത്തെ വെറുത്തുപേക്ഷിക്കുന്നവർക്ക് നീ പാവമോചനം കൊടുക്കുമല്ലോ. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിനോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. അവിടുത്തെ വാഗ്ദത്തമാണല്ലോ. കർത്താവേ, പരിശുദ്ധാത്മാവിനെ തരാമോ? ഒരു വിശുദ്ധ ജീവിതം തരാമോ? അവശേഷിക്കുന്നതായത് ഒരു വിശ്വാസിയായി ഒരു വിശുദ്ധനായി തലമുറയിൽ നിന്ന് ആയുസ് തികയ്ക്കുവാൻ, 2ാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, അനേകം ഒരുക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണമേ. എല്ലാവരും അനുഗ്രഹിക്കണമേ. മാനവ മോഹത്തോട് എടുക്കണമേ. യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ.